നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൈമനത്ത കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നിൽ കൊലയെന്ന പ്രാഥമിക നിഗമനം. കരുമം സ്വദേശി ഷീജയാണ് മരിച്ചത്. പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം രാത്രി 10:30 പ്രദേശവാസികൾ സ്ത്രീയുടെ നിലവിളി ശബ്ദം കേട്ടിരുന്നു. വന്നു നോക്കിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപം ഒരു ബാഗും ചോറ്റുപാത്രവും ഉണ്ട്. രാവിലെ ബന്ധു എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. യുവതിക്ക് ഈ പ്രദേശത്തുള്ള സജി എന്നയാളുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും 50-ാം വയസ്സിലെ പ്രണയത്തെ കുടുംബക്കാരടക്കം എതിർത്തിരുന്നുവെന്നും പറയുന്നു. ക്രിമിനലായിട്ടുള്ള ഈ സജി എന്തിനാണ് യുവതി പ്രണയിച്ചതെന്നടക്കമുള്ള ചോദ്യവും ഉയരുകയാണ്. യുവതി ഹോസ്റ്റലിലായിരുന്നു താമസം. സജി പലതവണ യുവതിയെ മർദ്ദിച്ചിരുന്നതായും ബന്ധുക്കൾ വ്യക്തമാക്കി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധു ആരോപിച്ചു. കൈമനം കുറ്റിക്കാട് ലൈനിലാണ് സംഭവം. ഷീജ സുഹൃത്തിനൊപ്പം താമസിച്ചു വരികയായിരുന്നുവെന്നും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. പൂർണ്ണമായും കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. തുടക്കത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഷീജയെ 2 ദിവസം മുമ്പാണ് അവസാനമായി കണ്ടത് എന്നും മൃതദേഹം കണ്ടതിന് സമീപമാണ് സുഹൃത്തിന്റെ വീടെന്നും കുടുംബം പറയുന്നു. സംഭവം നടന്നതിന് ചുറ്റും നിരവധി വീടുകളുമുണ്ട്. എന്നാൽ എന്തിനാണ് ഇത് സംഭവിച്ചത് എന്ന് അറിയില്ല എന്ന് നാട്ടുകാർ പറയുന്നു. രാത്രി 10-ഓടെ നിലവിളി ശബ്ദം കേട്ടെന്നും ഓടിയെത്തിയപ്പോൾ കത്തിക്കരിഞ്ഞ മൃതദേഹമാണ് കണ്ടതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ച സമീപത്തെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിക്കുകയാണ്. പക്ഷേ CCTV ക്യാമറകളിൽ ഒന്നും തന്നെ ഈ യുവതി അല്ലെങ്കിൽ യുവാവിനെയും കാണുന്നില്ല എന്നടക്കമുള്ള പരാതിയും ലഭിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മലയാളി വാർത്താ സംഘം അവിടെ എത്തുകയും പ്രദേശവാസികളുടെ പ്രതികരണം തേടിയിരുന്നു. ആ പ്രതികരണങ്ങൾ ഒന്ന് കാണാം. 10 മണി കഴിഞ്ഞാണ്. ഞാനും കുഞ്ഞ് റൂമിനകത്ത് കിടന്നുറങ്ങുന്നു. എൻ്റെ അമ്മായിയമ്മ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 10 ആയി. 10 മിനിറ്റ് ആയി കാണും. അപ്പൊ അപ്പുറത്തെ ചേട്ടൻ വന്ന് ഗേറ്റിൽ തട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടി പോയി വാതിൽ തുറന്നപ്പം വീടിന്റെ ഭാഗത്തായിട്ട് തീ കത്തുന്നു മാമി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പെട്ടെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. ചേട്ടൻ ഓടിപ്പോയി അതിലിന്റെ പുറത്ത് കയറി നിന്ന് നോക്കിയപ്പോഴ് എന്തോ കത്തുന്നു. അപ്പൊ പറഞ്ഞ് മാമി ഇതൊക്കെ ഒരു സ്ത്രീ നിന്ന് കത്തുന്നു മാമി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു മോനെ പോലീസിനെ വിളിച്ചറിയിക്ക്, നമുക്ക് ഇവിടെ റെസിഡൻസിൽ വിളിക്കും എന്നൊക്കെ പറഞ്ഞു. ആ സ്ത്രീയെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും പരിചയമുള്ള ഒരാളുടെ മുഖമൊന്നും അല്ല. കണ്ടിട്ടില്ല. ഏത് വഴിയായിരിക്കാം ഈ സ്ത്രീ പോയിട്ടുണ്ടാകുക? CCTV ഒക്കെ ഇവിടെ ഉള്ളതാണോ? എനിക്ക് അറിയത്തില്ല. ഈ ഭാഗത്ത് CCTV വെച്ചിട്ടുണ്ടോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ? ഇവിടെ വെച്ചിട്ടുണ്ട്. വേറെ അവിടെ വഴിയുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കാടായോണ്ട് അങ്ങോട്ട് അത് വഴിയൊന്നും പോവാറില്ല, കണ്ടിട്ടുമില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല ഇതുവരെ, അങ്ങോട്ടൊന്നും പോവാറില്ല. ഈ വാഴത്തോപ്പിലേക്ക് ഇറങ്ങാൻ ഏതൊക്കെ വഴികളാ ഉള്ളത്? ഇതുവഴി പോവാം. പിന്നെ ആ സൈഡിൽ കൂടി ഒരു വഴിയുണ്ടെന്ന് പറയുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. 4 വർഷമായി ഇവിടെ റെന്റിന് താമസിക്കുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടില്ല, അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഏകദേശം ഒരു 10 മണി ആ സമയത്തായി. 10 മണി.